മൈസൂരിലെ സെന്റ് ഫിലോമിന കത്തീഡ്രൽ കണ്ടതിന് ശേഷം ഞങ്ങൾ പോയത് റെയിൽവേ മ്യൂസിയം കാണുന്നതിനാണ്. സെന്റ് ഫിലോമിന കത്തീഡ്രലിൽ നിന്നും വെറും 3 കിലോമീറ്റർ അകലെയായിട്ടാണ് റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മ്യൂസിയത്തിന് പുറകിലായി പാർക്കിംഗ് സൗകര്യവുമുണ്ട്. കാറുകൾക്ക് 30 രൂപയാണ് പാർക്കിംഗ് ഫീസ്. മ്യൂസിയത്തിലേക്കുള്ള പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 50 രൂപയാണ്. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. ഇന്ത്യയിലെ മൈസൂരിലുള്ള റെയിൽവേ മ്യൂസിയം വിന്റേജ് ലോക്കോമോട്ടീവുകളുടെ ഒരു ഔട്ട്ഡോർ പ്രദർശനമാണ്. 1979 ഇന്ത്യൻ റെയിൽവേ ആണ് ഇത് സ്ഥാപിച്ചത്. ഡൽഹിയിലെ നാഷണൽ റെയിൽവേ മ്യൂസിയം കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള രണ്ടാമത്തെ മ്യൂസിയമാണിത്. കാലങ്ങളോളം ഇന്ത്യൻ റെയിൽവേയുടെ ഹൃദയവും തലച്ചോറുമെല്ലാമായിരുന്ന തീവണ്ടികളുടെ എഞ്ചിനുകളും സ്റ്റേഷനുകളിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുമൊക്കെയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് ഒരു ആവി എഞ്ചിനാണ്. ആദ്യം കാണുക മനോഹരമായ ഒരു ചെറിയ ഗാർഡനാണ്. അതിൽ പാളം നിർമ്മിതിയുടെ വിവിധ വശങ്ങളും ആ സമയം തൊഴിലാളികളും എഞ്ചിനീയർമാരും ഉപയോഗിക്കുന്ന വണ്ടിയും കാണാനാകും. ഒരു റെയിൽവേ എഞ്ചിന്റെ രൂപത്തിലുള്ള ഈ മ്യൂസിയം കാണാൻ അതിമനോഹരമാണ്. ഉള്ളിൽ ഇടതുവശത്തായുള്ള മുറികളിൽ പണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ ഉണ്ടായിരുന്ന ഉപകരണങ്ങൾ അതേപടി കൃത്യമായി വച്ചിരിക്കുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ ചില ആദ്യകാല ഫോട്ടോഗ്രാഫുകളും ഇവിടെ കാണുന്നതിനാകും. ഇത് ഒരു പഴയ സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയാണ്. സങ്കീർണമായിരുന്ന ആ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു സ്റ്റേഷൻ മാസ്റ്ററുടെ രൂപവും നിങ്ങൾക്ക് കാണുന്നതിനാകും. ആ മുറികളിലൂടെ ഒന്ന് കയറി ഇറങ്ങിയതിനു ശേഷം റെയിൽ രാജാക്കന്മാരുടെ അടുത്തേക്ക്. മനോഹരമായ പൂക്കളാൽ ഈ മ്യൂസിയം വർണ്ണാഭമാണ്. നിർഭാഗ്യവശാൽ ഞങ്ങൾ ചെന്ന ദിവസം ടോയ് ട്രെയിൻ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. ആദ്യത്തെ കാഴ്ച MG സ്റ്റീം ലോക്കോമോട്ടീവാണ്. 1963 ടെൽക്കോ ആണ് ഇത് നിർമ്മിച്ചത്. ഇത് ഒരു മീറ്റർ ഗേജ് സ്ട്രീം എഞ്ചിനാണ്. ഇത് MG ഹാൻഡ് ക്രെയിൻ ആണ്. 50 ടണ്ണോളമുള്ള ഭാരം ഉയർത്താനും 360 ഡിഗ്രിയിൽ കറങ്ങുന്നതിനും ഇതിന് സാധ്യമാകും. MG സ്റ്റീം ലോക്കോമോട്ടീവാണിത്. ഇത് 462 വീൽ അറേഞ്ച്മെന്റുള്ള മൈസൂർ സ്റ്റേറ്റ് റെയിൽവേയുടെ ഒരു നാരോ ഗേജ് സ്റ്റീം ലോക്കോമോട്ടീവ് ആണ്. ഇത് ബാംഗ്ലൂർ, ബംഗാരപേട്ട് എന്നീ ലൈനുകളിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന എഞ്ചിനാണ്. ഇങ്ങനെ കണ്ടു നടന്നാൽ മതിയോ? ഒന്ന് കയറി നോക്കണ്ടേ? ഇത് മറ്റൊരു MG സ്റ്റീം ലോക്കോമോട്ടീവ് ആണ്. ഈ 262T മൈസൂർ സ്റ്റേറ്റ് റെയിൽവേക്ക് വേണ്ടി 1932 ഇംഗ്ലണ്ടിലെ സ്റ്റാഫോർഡിലെ WG ബാഗ്ന ലിമിറ്റഡ് നിർമ്മിച്ചതാണ്. ബാംഗ്ലൂർ തുംകൂർ പാതയിലെ സ്ലോ പാസഞ്ചർ സർവീസുകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു മീറ്റർ ഗേജ് സബർബൻ ടാങ്ക് എഞ്ചിനായിരുന്നു ഇത്.
റെയിൽവേ ടേൺ ടേബിൾ ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ കുഞ്ഞനെ കണ്ടോ? ഇതും NG സ്റ്റീം ലോക്കോമോട്ടീവാണ്. കൽക്കരിക്ക് പകരം വിറക് ഇന്ധനമായി ഉപയോഗിച്ചിരുന്ന ഒരു നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ എഞ്ചിനാണിത്. ഇംഗ്ലണ്ടിലെ WG ബാഗ്ന ലിമിറ്റഡാണ് ഇത് നിർമ്മിച്ചത്. വീൽ കോൺഫിഗറേഷൻ 242 ആയിട്ടുള്ള ഇതിന്റെ ഉയരം 3429 മില്ലിമീറ്ററാണ്. ഒരു റെയിൽവേ സ്റ്റേഷന്റെ മാതൃകയും ഇവിടെയുണ്ട്. ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പണ്ടെങ്ങോ വായിച്ചു മറന്ന ഒരു ഇംഗ്ലീഷ് നോവലിൻ്റെ ഓർമ്മകൾ എത്തുന്നു. ഒരു പഴയകാല റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് കഥാകാരൻ വിവരിക്കുമ്പോൾ ഏകദേശം ഇത്തരമൊരു റെയിൽവേ സ്റ്റേഷനാകും മനസ്സിലുണ്ടാവുക. റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുമ്പോൾ കൂലി എന്ന് പേരിട്ട് വിളിക്കുന്ന നമ്മുടെ ഭാരമേറിയ ബാഗുകൾ എടുക്കാൻ സഹായിക്കുന്ന തൊഴിലാളികളെ മറക്കാനാകുമോ? ഇത് മൈസൂർ വർക്ക്ഷോപ്പ് സ്റ്റാഫുകൾ നിർമ്മിച്ച ട്രെയിൻ സ്ക്രാപ്പുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ബാൻഡ് വായനക്കാരാണ്. അടിപൊളിയല്ലേ? ഒരു റെയിൽവേ ഗേറ്റും ഇവിടെയുണ്ട്. ഇനിയാണ് ഒരു രാജകുടുംബാംഗത്തെ കാണേണ്ടത്. പണ്ട് മൈസൂർ രാജാവ് ഉപയോഗിച്ചിരുന്ന ട്രെയിൻ കോച്ചുകൾ അതേപടി സൂക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ. മരം കൊണ്ട് നിർമ്മിതമായതിനാൽ ഒരു ഷെഡിനുള്ളിലാണ് ഈ കോച്ചുകൾ പരിപാലിച്ചിരിക്കുന്നത്. സുന്ദരമായ മുറികളും രാജാവിന് സ്വറ പറഞ്ഞിരിക്കാനുള്ള മുറികളും വിശാലമായ ശയനമുറിയും എല്ലാം ഇതിലുണ്ട്. രാജപരിവാരങ്ങൾക്കുള്ള മുറികളും ഇതിലുണ്ട്. എന്തുകൊണ്ടും പ്രൗഢമായ കോച്ചുകൾ. ഒരു കാലത്ത് സാധാരണ ജനങ്ങൾ ഭവ്യതയോടെ വളരെ അകലിൽ നിന്നുകൊണ്ട് മാത്രം കണ്ടിരുന്ന ഈ കോച്ചുകൾ ഇപ്പോൾ തൊട്ടും തലോടിയും നടക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം മനസ്സിൽ നിറയുന്നു. അത്രയധികം ടെക്നോളജിയിൽ ഉയർച്ച നേടിയിട്ടില്ലാത്ത ആ കാലത്തും യാത്രക്കാരന് പൂർണ്ണമായ സൗകര്യം ഉറപ്പാക്കിയിരുന്ന ഈ കോച്ചുകളുടെ നിർമ്മിതി അത്ഭുതാവഹമാണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും ആഡംബരം നിറഞ്ഞ ട്രെയിൻ ദ മഹാരാജാസ് എക്സ്പ്രസ് ആണ്. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഇന്ത്യയിൽ നടത്തുന്ന ഒരു ആഡംബര ടൂറിസ്റ്റ് ട്രെയിനാണത്. രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് രാജസ്ഥാനിൽ ആഡംബരമായ താമസ സൗകര്യങ്ങളും മികച്ച ഭക്ഷണവും ഉൾപ്പെടുന്ന ഒരു റോയൽ എക്സ്പീരിയൻസ് ട്രെയിനാണ് ദ മഹാരാജാസ് എക്സ്പ്രസ്. ദി ഗോൾഡൻ ചാരിയേറ്റ്, ഡെക്കാൻ ഒഡീസി, പാലസ് ഓൺ വീൽസ്, റോയൽ രാജസ്ഥാൻ ഓൺ വീൽസ് തുടങ്ങിയവയാണ് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള മറ്റ് ആഡംബര ട്രെയിനുകൾ. ഗുഡ്സ് ട്രെയിനുകളുടെ ഈ ചെറിയ നിർമ്മിതി കാണാൻ നല്ല രസമുണ്ടല്ലേ? 70കളിലും 80കളിലും ജനിച്ചവർക്ക് പഴയ ഓർമ്മകൾ ഉണർത്തുന്ന ഇത്തരം മ്യൂസിയങ്ങൾ പുതിയ തലമുറയ്ക്ക് അത്യന്തം അത്ഭുതം നിറഞ്ഞ കാര്യങ്ങളാകും.
കുട്ടികളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും ഇത്തരം മ്യൂസിയങ്ങളിൽ നിങ്ങൾ കൊണ്ടുവരണം. അവധി ദിനങ്ങളിലെ ഇത്തരം സന്ദർശനങ്ങൾ കുട്ടികൾക്ക് അത്യന്തം രസകരവും വിജ്ഞാനപ്രദവുമായിരിക്കും. ട്രെയിൻ എഞ്ചിനുകളിൽ മാത്രമല്ല, ട്രെയിൻ കോച്ചുകളിലും നമുക്ക് കയറിയിറങ്ങാനും ഫോട്ടോകൾ എടുക്കുന്നതിനുമാകും. നിങ്ങളുടെ ട്രാവൽ ഡയറിയിൽ ഈ സ്ഥലവും കൂടി ഉൾപ്പെടുത്താൻ മറക്കല്ലേ കേട്ടോ. മ്യൂസിയത്തിനുള്ളിലുള്ള ഈ ചെറിയ റിഫ്രഷ്മെന്റ് ഷോപ്പിൽ നിങ്ങൾക്ക് ലഘുഭക്ഷണം കഴിക്കുന്നതിനാകും. കണ്ട് കൊതി തീരാത്ത ഓർമ്മകളുമായി ഞങ്ങൾ അവിടെ നിന്നും തിരിച്ച് ബാംഗ്ലൂരിലെ തിരക്കുകൾക്കിടയിലേക്ക്. ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നതിനുള്ള പ്രോത്സാഹനമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ കേട്ടോ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം.